മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും ഭാരതീയ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഗഹനമായിട്ടുള്ള ഉദാഹരണങ്ങളാണ് നമ്മൾ വിവരിക്കാറുള്ളത്. കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇരുമ്പ് എന്ന ഒരു ലോഹത്തിനെ കുറിച്ച്, അവയുടെ അയിരുകളെക്കുറിച്ച്, സംസ്കരിക്കുന്ന വിധത്തെക്കുറിച്ച്, അയേൺ പില്ലർ, ഇരുമ്പ് സ്തൂപങ്ങൾ, പാത്രങ്ങൾ, ഇവയെക്കുറിച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ, ലോഹാസവം, ഇരുമ്പ് സത്തിനെ കുറിച്ച്, വ്യത്യസ്ത തരത്തിലുള്ള ഇരുമ്പിനെ കുറിച്ച്, റോട്ട് അയേൺ, പിഗ് അയേൺ, കാസ്റ്റ് അയേൺ, ഇങ്ങനെയുള്ളതിനെ കുറിച്ച്, പിന്നെ അനീലിംഗ് എന്ന ഇതിനെക്കുറിച്ച്, കാർബറൈസേഷനെ കുറിച്ച്, അതേപോലെ തന്നെ ഓരോന്ന് ലാമിനേഷനെ കുറിച്ച്, സർജിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച്, ഇരുമ്പിന് മാത്രമുള്ള പ്രത്യേകതകളെ കുറിച്ച്, പല തരത്തിലുള്ള അലോയ്സ്, ഗ്രാഫൈറ്റ് അലോയ്സ്, സിലിക്കൺ അലോയ്സ്, മാംഗനീസ്, ഫോസ്ഫറസ്, ഇങ്ങനെയുള്ള മൈക്രോ മെറ്റീരിയൽസ് ചേർത്തിട്ട് ഇരുമ്പ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച്, ഇരുമ്പിലേക്ക് ആഡ് ചെയ്യേണ്ട ഫ്ലക്സ്, അതിൽ നിന്ന് നീക്കം ചെയ്യേണ്ട സ്ലാഗ്, അതിനെക്കുറിച്ച്, നമുക്ക് ലഭ്യമാകുന്ന ഇരുമ്പിൻ്റെ പ്യൂരിറ്റിയെക്കുറിച്ച്, ഫോർജ് വെൽഡിങ്ങിനെ കുറിച്ച്, ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇരുമ്പിൻ്റെ അഗാധ തലത്തിലുള്ള ഒരു വിശകലനമാണ് നൽകിയിരുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് കളക്ട് ചെയ്ത എല്ലാ ഗവേഷണ പ്രബന്ധങ്ങളിൽ നിന്ന്, ജേണലുകളിൽ നിന്ന് എല്ലാം ശേഖരിച്ച വിവരണങ്ങളാണ് ഞാൻ നിങ്ങളോട് വിവരിച്ചത്. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുമുണ്ട്. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് www.iish.org ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതേ ഇരുമ്പ് തന്നെ വേറെ ചില ഉപകരണങ്ങളിലും ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ വിമാന സർവസ്വം, വിമാനതന്ത്രം, ഭരദ്വാജ മഹർഷി എഴുതിയ ഒരു പുസ്തകമാണ്. പുസ്തകത്തിൻ്റെ ശരിക്കു പേര് അംശുബോധിനി എന്നാണ്. ആ അംശുബോധിനിയിൽ 140 അധ്യായങ്ങളാണുള്ളത്, 140 പാർട്ടുകളാണുള്ളത്. ഓരോ പാർട്ടും ഓരോ ഉപകരണത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അതുകൊണ്ട് ഭരദ്വാജൻ എഴുതിയ അംശുബോധിനി എന്ന ആ ഗ്രന്ഥത്തിൽ 140 യന്ത്രങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ആ 140 യന്ത്രങ്ങളിൽ 40ാമത്തെ യന്ത്രമാണ് വിമാനങ്ങൾ എന്നറിയപ്പെടുന്ന വിമാനശാസ്ത്രത്തെക്കുറിച്ച് വിവരിക്കുന്ന അധ്യായവും യന്ത്രവും 40ാമത്തേതാണ്. അതിനകത്ത് ധാരാളം ഉപാധ്യായങ്ങളുണ്ട്, സബ് ചാപ്റ്റേഴ്സ് ധാരാളം ഉണ്ട്. അപ്പോൾ വിമാനതന്ത്രം എന്ന പുസ്തകം നിങ്ങൾ വായിച്ചാൽ ചാപ്റ്ററിനെ അതിനകത്ത് കാണുള്ളൂ. കാരണം അംശുബോധിനിയുടെ 40ാം അധ്യായത്തിനെ വീണ്ടും അനവധി അധ്യായങ്ങളായിട്ട് തിരിച്ചിരിക്കുമ്പോൾ വിമാനത്തിൻ്റെ ഓരോ ഭാഗം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ വിമാനതന്ത്രത്തിലെ ചിലതൊന്നും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. കുറേ കാര്യങ്ങൾ, ഒരു 60-65% വരെ ഇന്നത്തെ ശാസ്ത്രത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരണങ്ങളാണ്. 35-40% നമുക്ക് വിശ്വസിക്കാനും സാധ്യമല്ല, വിവരിക്കാനും സാധ്യമല്ല. അങ്ങനെയുള്ള ആ യന്ത്ര സർവസ്വം എന്ന പുസ്തകത്തിനകത്ത് ഉണ്ടാക്കുന്ന വിമാനതന്ത്രത്തിലെ വിവരണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വിമാനമുണ്ടാക്കാനും ഇരുമ്പിൻ്റെ പല അംശങ്ങളും ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇരുമ്പ് തൂമ്പ ഉണ്ടാക്കാനും, മമ്മട്ടി ഉണ്ടാക്കാനും, ആണി ഉണ്ടാക്കാനും, മറ്റു പാത്രങ്ങൾ ഉണ്ടാക്കാനും, പലതും ആയിരക്കണക്കിന് തരത്തിലുള്ള വസ്തുക്കൾ ഭാരതത്തിലെമ്പാട് നിന്നും എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട്. പുരാവസ്തു ഗവേഷകർ കുഴിച്ചെടുത്തിട്ടുണ്ട്, ആയിരക്കണക്കിന് എടുത്തിട്ടുണ്ട്. പലതിനും പല രൂപവും, പല ഭാവവും, പല ഭാരവും, പലതരത്തിലുള്ള അളവുകളും
എല്ലാം ഉള്ളതാണ്. വാള് മുതൽക്ക് കത്തി വരെ എല്ലാം കാണാൻ സാധിക്കും. ഏതാണ്ട് 1500 വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു 3000 വർഷം വരെ, ആകെ ഒരു 3000 വർഷം പുറകോട്ട് പോവുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നതെല്ലാം ഇതില് നമുക്ക് ഈ യന്ത്രസർവസ്വത്തില് വിവരിച്ചിരിക്കുന്നത് പോലെ പുറത്ത് കാണാൻ സാധിക്കും. ഇതേപോലെ ഒന്നുകൂടിയുണ്ട്. 109ാമത്തെ യന്ത്രം, നവോത്തര ശതാത്മകം യന്ത്രം ഭരദ്വാജേന ധീമതാ വിരചിതം ദ്വാന്ത പ്രമാപകം നാമ എന്നതിന് പറയാം. സ്പെക്ട്രോഫോട്ടോമീറ്റർ ആണ്. ആ സ്പെക്ട്രോഫോട്ടോമീറ്റർ ഉണ്ടാക്കാൻ ഭരദ്വാജൻ ഉപയോഗിച്ച അനവധി ലോഹങ്ങളുടെ കൂട്ടത്തിലും മെറ്റാലിക് അലോയ്സ് ഉണ്ട്, പല തരത്തിലുള്ള ലോഹ സങ്കരങ്ങളുണ്ട്. അവയുടെ കൂട്ടത്തിലും ഇരുമ്പിന്റെ പ്രയോഗം വരുന്നുണ്ട്. അപ്പൊ ഇരുമ്പ് വെറുതെ നിഷ്കർഷണം ചെയ്ത് പലതിനും ഉപയോഗിച്ചത് മാത്രമല്ല, വളരെ കോംപ്ലിക്കേറ്റഡ് എന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വളരെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഉള്ള സോഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രുമെന്റുകൾക്കകത്തും ഇതേപോലെയുള്ള ഇരുമ്പുകൾ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട്, ഇരുമ്പ് പലതരത്തിലുള്ള കാസ്റ്റ് അയൺ, റോട്ട് അയൺ, പിഗ് അയൺ, ഗ്രാഫൈറ്റ് അയൺ, സിലിക്കൺ അയൺ, സ്റ്റീല്, ഇതൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ലോഹത്തെ കുറിച്ച് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് അയം കൃഷ്ണായസം എന്ന് പറയുന്ന ആ ഇരുമ്പ് സംസ്കരിച്ചെടുത്ത് അതിനെ ശുദ്ധീകരിച്ച് അതിനെ പല മൈക്രോ കോമ്പോണന്റുകൾ ചേർത്ത് വളരെ വളരെ കാര്യമായ രീതിയിൽ സംസ്കരിച്ച് രൂപത്തിലും ഭാവത്തിലുമെല്ലാം ആവശ്യമുള്ളതുപോലെ റിവറ്റ് ചെയ്ത്, വെൽഡ് ചെയ്ത്, ഫോർജ് ചെയ്ത്, ലാമിനേറ്റ് ചെയ്ത്, കാർബറൈസേഷന് വിധേയമാക്കിയിട്ട് കാർബൺ സ്റ്റീലും ഗ്രാഫൈറ്റ് സ്റ്റീലും സിലിക്കൺ സ്റ്റീലും മാംഗനീസ് സ്റ്റീലും നിക്കൽ സ്റ്റീലും അതേപോലെ തന്നെ ഫോസ്ഫറസ് സ്റ്റീലും എല്ലാം ഉണ്ടാക്കിയതിന് തെളിവ് കൺമുമ്പിലുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. വി ക്യാൻ സീ, ഒബ്സർവ് ദീസ് ഫാക്ടേഴ്സ്. അവിടെ പ്രത്യേകത ഉണ്ടെന്ന് വീരവാദം ചെയ്യല്ല, വീരവാദം അടിക്കുകയല്ല. കാരണം എന്തു വേണമെങ്കിലും ഉണ്ടെന്ന് ആർക്ക് വേണമെങ്കിലും പറയാം. പക്ഷെ എവിടെ ഉണ്ടായിരുന്നു, ആരാ പഠനം നടത്തിയത്, അതിന്റെ ഒബ്സർവേഷൻ എന്തായിരുന്നു, അതിലെന്തൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡോക്യുമെന്റഡ് ആയിട്ട് ഇന്ന് അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ മെറ്റലർജി ഡിപ്പാർട്ട്മെന്റിലുള്ളവർ പ്രവർത്തിക്കുന്നുണ്ട്, അതേപോലെ പ്രവർത്തിക്കുന്നുണ്ട് IIT കാൺപൂരിലുള്ള ടെക്നോക്രാറ്റ്സ്, നല്ല മെറ്റലർജിസ്റ്റ് ഉണ്ട്. അവരുടെ എല്ലാം റിസർച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും പുരാതന ഭാരതത്തിലെ ലോഹ സങ്കരങ്ങളില്, ലോഹ നിഷ്കർഷണ വിദ്യകളില് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അയേൺ എങ്ങനെ സംസ്കരിച്ചിരുന്നു, അതിന്റെ പ്യൂരിറ്റി എന്താണ്, അതിനെ എങ്ങനെ മോൾഡ് ചെയ്തിരുന്നു, ഏതിനെല്ലാം ഉപയോഗിച്ചിരുന്നു, അതിൻ്റെ എല്ലാത്തിൻ്റെയും അഗാധമായ ഒബ്സർവേഷൻ വിവരണങ്ങളും കാണാം, വസ്തുവിനെയും കാണാൻ നമുക്ക് സാധിക്കും. അതാണ് ഇരുമ്പിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും ഗഹനമായിട്ടുള്ള വിവരണങ്ങൾ. ഇനി മിക്കവാറും നമ്മൾ ഇരുമ്പ് അവസാനിപ്പിക്കാം. ഇനി വേറൊരു ലോഹത്തിലേക്ക് നമുക്ക് കിടക്കാം. കുറേ കാലമായി നമ്മൾ ഇരുമ്പിനെ കുറിച്ച് പറയുന്നു. അടുത്ത ക്ലാസ് മുതൽക്ക് നമ്മൾ വിവരിക്കുന്നത് കോപ്പറിനെ കുറിച്ചിട്ടായിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കുറേയധികം, കുറെ കൂടി ഡീപ്പായിട്ട് നമ്മൾ പറയുന്നുണ്ടാവുന്ന മാത്രം. വിനീത പ്രണാമം, നമസ്കാരം.